മലപ്പുറം അരീക്കോട് ചെമ്പ്രക്കാട്ടൂരിൽ ഐവറി കോസ്റ്റ് താരം ഹസൻ ജൂനിയറിനെ കാണികൾ ആക്രമിച്ച കേസിൽ അരീക്കോട് പോലീസ് ഹസൻ ജൂനിയറിന്റെ മൊഴിയെടുത്തു. എസ്പിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. വംശീയമായി അധിക്ഷേപിച്ചെന്നും അതിക്രൂരമായാണ് ആക്രമിച്ചതെന്നും ഹസൻ ജൂനിയർ പറയുന്നു. എന്നാൽ ഹസൻ ജൂനിയറാണ് അക്രമങ്ങൾക്ക് തുടക്കമിട്ടതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അരീക്കോട് ചെമ്പ്രക്കാട്ടൂരിൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഫുട്ബോൾ മത്സരത്തിനിടെയാണ് സംഭവം. ന്യൂലാല പൂക്കളത്തോരും വാസ്ക് വെള്ളേരിയും തമ്മിൽ നടന്ന ഫൈനൽ മത്സരത്തിനിടെയാണ് ഐവറി കോസ്റ്റ് താരം ഹസൻ ജൂനിയറിനെതിരെ ആക്രമണം നടന്നത്. കാണികളിൽ ചിലർ ബ്ലാക്ക് മങ്കി, ബ്ലാക്ക് മാൻ തുടങ്ങിയ വംശീയ അധിക്ഷേപം നടത്തുകയും കല്ലെടുത്തെറിയുകയും ചെയ്തുവെന്നാണ് ഐവറി കോസ്റ്റ് താരം ഹസൻ ജൂനിയർ നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതിൽ ഹസൻ ജൂനിയർ പ്രകോപിതനാവുകയും കാണികൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തതോടെയാണ് ആക്രമണം നടന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഹസൻ ജൂനിയറെ ഗ്രൗണ്ടിലൂടെ ഓടിച്ചിട്ട് മർദ്ദിക്കുന്നതും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഹസൻ ബെന്നയെ കാലുവെച്ച് വീഴ്ത്തി വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം. കൂട്ടം കൂടിയുള്ള ആക്രമണത്തിന് കാണികൾ മുതിർന്നപ്പോൾ കമ്മിറ്റിക്കാരുടെ അവസരോചിത പ്രവർത്തനമാണ് ജീവൻ രക്ഷിക്കാനായതെന്നും സ്പോൺസർ പറയുന്നു. ന്യൂലാല പൂക്കളത്തൂർ എന്ന് പറയുന്ന ടീമിന് വേണ്ടിയിട്ടാണ് ഈ ഹസൻ എന്ന് പറയുന്ന കളിക്കാരൻ കളിച്ചത്. എതിരായിട്ട് വന്ന ടീം വാസ്ക് വെള്ളേരി എന്ന് പറയും. ഈ വാസ്ക് വെള്ളേരിയുടെ ഓഡിയൻസാണ്, കൂടെയുള്ള ആളുകളാണ് ഇവരെ ആക്രമിച്ചത്. പിന്നെ കാരണമായത് ഈ ഒരു ജയപരാജയം നിർണ്ണയിക്കുന്ന കളിയാണ്. അതെ, ഫൈനൽ മത്സരമായിരുന്നു. അവിടെ ഉള്ള കാണികൾ പറയപ്പെടുന്നത് ആ മാച്ചിൽ ഒരു തുടക്കത്തിൽ തന്നെ ഈ കളിക്കാരനൊരു ഗോൾ അടിക്കുകയും നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പ്ലെയറെ പ്രൊവോക്ക് ചെയ്ത് ഗ്രൗണ്ടിൽ നിന്ന് കയറ്റുക എന്നൊരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ള വോയിസുകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ റേഷ്യലായിട്ടും കല്ലെടുത്തെറിഞ്ഞുകൊണ്ടും ഈ പ്ലെയറെ അവരെ ഹരാസ് ചെയ്യാൻ ശ്രമിച്ചത്. ഇവിടെ ബ്ലാക്ക് മങ്കി എന്ന് വിളിച്ചു എന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ ആഫ്രിക്കൻ മങ്കി ഇങ്ങനെയൊക്കെ 2-3 വേർഡ് ഉപയോഗിച്ചു എന്നാണ്, ബ്ലാക്ക് പീപ്പിൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ചു എന്നാണ് ഇവർ പറയപ്പെടുന്നത്. മലപ്പുറം എസ്പിക്ക് കൊടുത്ത പരാതിയെ തുടർന്ന് അരീക്കോട് പോലീസ് മൊഴിയെടുത്തു. വിദേശ കളിക്കാർ ആകെ ഭയപ്പാടിലാണെന്നും ശക്തമായ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഐവറി കോസ്റ്റ് എംബസിയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ന്യൂസ് ബ്യൂറോ, അരീക്കോട്.